നമസ്തേ നമസ്തേ. 2 ദിവസം മുന്നേ ദില്ലിയിൽ നടന്ന സ്ഫോടനം, അതിൽ ആളപായം ഉണ്ടായി. ഇത് പക്ഷേ 2 ദിവസം മുമ്പ് തുടങ്ങിയ പരിപാടിയാണോ? അല്ലല്ലോ. 1000 വർഷത്തിലധികമായി ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ തുടങ്ങിയിട്ട്. 1000 വർഷത്തിലധികമായി 8 കോടിയിലധികം ഹിന്ദുക്കളെ ഭാരതത്തിൽ മുസ്ലിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ കൊന്ന കണക്കോ? ക്രിസ്ത്യാനികൾ അതിലും കൂടുതൽ വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തു മതവും ഇസ്ലാമും എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്ന മതങ്ങളാണിത്. ഈ മതങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യവംശത്തെ ഇത്രയേറെ പീഡിപ്പിച്ചിട്ടുള്ള മതങ്ങൾ ഈ ക്രിസ്തു മതവും ഇസ്ലാമും പോലെ മറ്റൊന്നില്ല. ഇവരുടെ ഗ്രന്ഥമാണ് എല്ലാത്തിനും കാരണം. ഇവരുടെ കിതാബ് പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധകരെ കൊല്ലാനാണ് പഠിപ്പിക്കുന്നത്. ബഹുദൈവ ആരാധകരെയും വിഗ്രഹാരാധകരെയും പതിയിരുന്ന് ആക്രമിക്കുക എന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്നത്, ബൈബിളും പറയുന്നുണ്ട് വിഗ്രഹാരാധകരെ കൊല്ലുക എന്ന്. വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന പാപം എന്ന് യഹോവ പറയുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ ഇവരുടെ ദൈവത്തിൻ്റെ കാര്യം ആലോചിക്കണേ. വിഗ്രഹാരാധനയാണ് പുള്ളിക്കാരനെ ഏറ്റവും അധികം വെറുക്കുന്ന പാപം. പക്ഷേ ഇന്നും മനുഷ്യർ വിഗ്രഹാരാധന ചെയ്യണേ. ഇന്നും അത് നിർത്തലാക്കാൻ കംപ്ലീറ്റായിട്ട് തടയാൻ പറ്റിയിട്ടില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള വിഗ്രഹാരാധന ഇല്ലാതാക്കി. ഭാരതത്തിലുള്ള വിഗ്രഹാരാധന നിർത്തലാക്കാൻ പറ്റുന്നില്ല. ഭാരതത്തിൽ എത്ര ശ്രമിച്ചിട്ടും, ഇത്രയേറെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഇന്നും ആളുകൾ വിഗ്രഹാരാധന നടത്തണം. അപ്പോൾ ഈ കൊലപാതക പരമ്പര ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിർത്തണമെങ്കിൽ ഈ മനുഷ്യർ ഈ കിതാബിൽ നിന്ന് മോചനം നേടണം. ഇതെല്ലാം നടക്കുന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഈ കിതാബാണ്. ഈ കിതാബിൽ വിശ്വസിക്കുന്നവരാണ് ഇങ്ങനെ മുന്നേ പിന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കൊന്ന് കൊലവിളിക്കണം. അതായത് ഇപ്പോൾ കൊലപാതകം നടത്തിയതും ഒരു i10 ഹോണ്ട വണ്ടിയിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കാനുണ്ടായത്. ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആൾക്ക് ഹൂറിനെ കിട്ടും. അവൻ ജിഹാദ് ചെയ്ത് മരിച്ചല്ലോ. അപ്പോൾ അവൻ്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടും. അവൻ സ്വർഗരാജ്യത്ത് പോകും. അവന് ഹൂറികളുമായിട്ട് രമിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. എന്തൊരു വിശ്വാസമാണ്! എന്തൊരു പൈശാചമായ വിശ്വാസമാണ്! പാവങ്ങളായ നിരപരാധികളായ മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് തരുമെന്ന് പറയുന്നവൻ ദൈവമാണോ പിശാചാണോ എന്നല്ലേ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്.